Hello guys, welcome to Lakz Talk. It's me Sri Lakshmi. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കുക്ക് ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ 2 എപ്പിസോഡിൽ എൻ്റെ ടോക്ക് ടൈമൊക്കെ കേട്ട് നിങ്ങളിരിക്കുകയാണ്. അപ്പോൾ എന്നും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ബോറടിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കുക്ക് ടൈം ഫസ്റ്റ് എപ്പിസോഡല്ലേ, സോ ഞാനൊരു കേക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ നമുക്ക് അതിലേക്ക് പോയാലോ? കം ഓൺ. അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈദ, നെയ്യ്, ബട്ടർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, 2 പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. പഴം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ രസകദളി പഴമാണ് എടുത്തിട്ടുള്ളത്, 2 എണ്ണം. പിന്നെ മുട്ടയുടെ വെള്ള, മുട്ടയുടെ മഞ്ഞ, കുറച്ചുപ്പ്, പിന്നെ 3 ഏലക്ക ഇട്ട് പൊടിച്ചെടുത്ത പഞ്ചസാര. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുക്കാൻ പോവുകയാണ്. കാരണം കേക്ക് ആയതുകൊണ്ട് എല്ലാം കറക്റ്റ് അളവ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഒരു കപ്പ് അളന്നിടാം. നമ്മൾ എന്തായാലും അരിച്ച് മാറ്റിയാണ് എടുക്കാൻ പോകുന്നത്. കാരണം എന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ അത് കേക്കിൽ ആ സ്മൂത്ത്നെസ് വരുന്നത് കുറയ്ക്കും. പിന്നെ ഒരു 1/2 കപ്പും കൂടെ അളന്നെടുക്കാം. നിങ്ങൾ മാവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നല്ല എന്താ പറയുക, അതിൽ വെച്ച് പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്താൽ അതിൻ്റെ അളവ് കൂടിപ്പോകും. അപ്പോൾ കറക്റ്റ് 1.5 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും 1/2 കപ്പ് കൂടെ അരിപ്പിലിട്ടിട്ട് നല്ല രീതിയിൽ അരിച്ചെടുക്കുക. അതിന് മുൻപ് നമ്മളതിൽ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ്. കേക്ക് മധുരമുള്ളതാണ്, പക്ഷേ ഉപ്പിടുന്നത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അരിച്ച് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിൽ നമ്മൾ മുട്ടയുടെ മഞ്ഞ, ഞാൻ പറഞ്ഞു 2 മുട്ടയുടെ മഞ്ഞ, അത് ഒഴിച്ചു കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ടയുടെ മഞ്ഞ നല്ല രീതിയിൽ ഇപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാരയെ നമ്മൾ 3 ഏലക്ക ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ബട്ടർ, നമ്മൾ ബട്ടർ നല്ല രീതിയിൽ ഉരുക്കിയാണ് വെച്ചിട്ടുള്ളത്. ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തരം റിഫൈൻഡ് ഓയിലായാലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മിക്സ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ ബീറ്റർ, അതായത് ഈ ഹാൻഡ് മിക്സർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു തടി ഉപയോഗിച്ച് നല്ല രീതിയിൽ കുറച്ച് ടൈം എടുത്ത് മിക്സ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ആ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും സോൾട്ടും എല്ലാം ചേർത്ത് അരിച്ചു വെച്ചിരിക്കുന്നത് കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വീണ്ടും കുറച്ചിട്ട് കൊടുക്കാം. എല്ലാം മിക്സ് ആയിട്ടില്ല. പഴം കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. 2 ചെറിയ പഴം, 2 ചെറിയ രസകദളി പഴം. ഈ പഴം ഞാൻ എന്തിനാണ് ആഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തിരി നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ പഴം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ആ മിക്സ് ഒന്ന് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. വേറൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എഗ് വൈറ്റ്, ആ എഗ് വൈറ്റ് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതും ബീറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ് വൈറ്റിൻ്റെ കളർ ഇപ്പോൾ ഇതായതിന് വേറൊന്നുമല്ല, കാരണം നേരത്തെ നമ്മളത് മിക്സ് ചെയ്ത് ആ ഒരു ഇത് വെച്ചാണ് നമ്മളിത് മിക്സ് ചെയ്തത്. സോ അതിൻ്റെ കളറാണ് ഇതിലോട്ട് മിക്സപ്പ് ആയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കും. ഈ മിക്സിലേക്ക് എഗ് വൈറ്റ് അടിച്ചത് ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്കിതിനെ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സ് നല്ല രീതിയിൽ കാണാമല്ലോ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്കിനി മിക്സ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മുടെ കേക്കിൻ്റെ ആ ഒരു മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം, നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേക്ക് റെഡിയാക്കാൻ പോകുന്നത് ഒരു പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്കാണ്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. കുക്കറിൽ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിനെ ഈ പാത്രത്തിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുൻപ് നമുക്ക് കുറച്ച് നെയ്യോ ഓയിലോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തടയി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ മിക്സ് ഇതിൽ നമ്മൾ ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇതിൻ്റെ അകത്ത് ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ഈ മിക്സ് നല്ല രീതിയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അതിലേക്ക് നമ്മളൊരു തട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു വളയം എടുത്തിട്ടുണ്ട്. ഈ വളയം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ ബാറ്റർ വയ്ക്കേണ്ടത്. ഓക്കെ, വച്ച് കൊടുക്കുക. ഇനി ഇതൊരു 45 മിനിറ്റ്സ് ഇതിലിരുന്ന് കുക്കാവേണ്ടതാണ്. പിന്നെ ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിലാണ് കേക്ക് എപ്പോഴും കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 45 മിനിറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തായി എന്ന് നോക്കാം. ആഹാ, അപ്പോൾ നമ്മുടെ കേക്ക് ചൂട് കാണും. കേക്ക് നമുക്ക് പുറത്തെടുക്കാം. നല്ല വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കാരണം ഓക്കെ, നമുക്കപ്പോൾ ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഹായ്, അപ്പോൾ നമ്മുടെ കേക്ക് സക്സസ് ആയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വലുതായിട്ടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റാണ്. നല്ല ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിനെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് പീസസ് ആയിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും സ്ട്രോബെറി സിറപ്പൊക്കെ യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം, 2ആയിട്ട് കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്യാം. സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിതിനെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഹാൻഡ് മെയ്ഡ്, ഇപ്പോൾ ഞങ്ങളിവിടെ വീട്ടിൽ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഉടനെ വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം എടുത്ത് നമുക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. കാരണം ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്കത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്രീമി ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്ട്രോബെറി സിറപ്പ് ആഡ് ചെയ്യാൻ പോവുകയാണ്.
കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രോബെറി സിറപ്പ് ഇട്ടിട്ട് നല്ല പിങ്കിഷ് കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് മറ്റേ ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് സിറപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിത്തിരി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളത് ചെയ്യാം. എന്തെങ്കിലും കുറച്ച് ചോക്ലേറ്റ് ചിപ്സോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഓക്കെ, നമുക്കിനി ഇതിന് ഫ്രിഡ്ജിൽ കയറ്റി ഒരു 15 to 30 മിനിറ്റ്സ് വെച്ചേക്കാം. കാരണം ഈ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫ്രീസ് ചെയ്തിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ആ ചോക്ലേറ്റ് സിറപ്പൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിമ്പിൾ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവൻ വേണ്ട, ഒന്നും വേണ്ട. ഇത് നിങ്ങൾക്ക് കുക്കറിൽ വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കാം. ഇന്നത്തെ ഈ കേക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിൽ എത്തിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സെഷനുമായിട്ട് വരുന്നതുവരെ ശ്രീലക്ഷ്മി സൈനിങ് ഓഫ് ഫ്രം ലാക്സ് ടോക്ക്. ബൈ.